നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. യുഎയിൽ പൊതു സ്വകാര്യ തൊഴിൽ മേഖലകൾ ഏകീകരിക്കുന്നു. രാജ്യത്തുടനീളമുള്ള ജീവനക്കാർക്ക് ഒരേ തരത്തിലുള്ള ലീവ് എടുക്കാം. അബുദാബിയിൽ വെള്ളി ശനി ദിവസങ്ങളിലും ഡ്രൈവിംഗ് ലൈസൻസിംഗ് കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുമെന്ന് അബുദാബി പോലീസ്. ചരിത്രത്തിലാദ്യമായി ഒരു ഇസ്രായേൽ പ്രധാനമന്ത്രി യുഎയിലെത്തി. ധനകാര്യ ഉഭയകക്ഷി ബന്ധങ്ങൾ ചർച്ച ചെയ്തു. മികച്ച ഷോപ്പിംഗ് അനുഭവങ്ങളുമായി ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഡിസംബർ 15 മുതൽ. ന്യൂസ് ടൈം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Hypermarket Home Delivered luluhypermarket.com. LLH Hospitals, Medical Centers and Pharmacies, Abu Dhabi and Musaffa. For appointments, call 800-55. ലുലു മണി ആപ്പ് കയ്യിലുണ്ടെങ്കിൽ എപ്പോൾ ആവശ്യം അപ്പോൾ പണം. ഡൗൺലോഡ് ലുലു മണി ആപ്പ്. വിശദമായ വാർത്തകളിലേക്ക്. ഔദ്യോഗിക സന്ദർശനത്തിനായി ഇസ്രായേൽ പ്രധാനമന്ത്രി നഫ്താലി ബെന്നറ്റ് യുഎയിലെത്തി. ഇതാദ്യമായിട്ടാണ് ഒരു ഇസ്രായേൽ പ്രധാനമന്ത്രി യുഎഇ സന്ദർശിക്കുന്നത്. അബുദാബി രാജ്യാന്തര വിമാനത്താവളത്തിലെ പ്രസിഡൻഷ്യൽ ടെർമിനലിൽ എത്തിയ ഇസ്രായേൽ പ്രധാനമന്ത്രിയെ വിദേശകാര്യ രാജ്യാന്തര സഹകരണ മന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹിയാൻ സ്വീകരിച്ചു. ഇസ്രായേലിലെ യുഎഇ സ്ഥാനപതി മുഹമ്മദ് അൽ ഖാജ, യുഎഇയിലെ ഇസ്രായേൽ സ്ഥാനപതി അമീർ ഹായക് എന്നിവരും പങ്കെടുത്തു. യുഎഇ ഉപസർവ സൈന്യാധിപനും അബുദാബി കിരീടാവകാശിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ധനകാര്യം, ഉഭയകക്ഷി ബന്ധങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ സഹകരണം നടത്തുന്നത് സംബന്ധിച്ച് ഇരുവരും ചർച്ചകൾ നടത്തി. മുൻ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യുഎഇ സന്ദർശനം പലതവണ നിശ്ചയിച്ചിരുന്നെങ്കിലും വിവിധ കാരണങ്ങളാൽ മാറ്റിവെക്കേണ്ടി വന്നു. ഇസ്രായേൽ നയതന്ത്ര കാര്യാലയത്തിന്റെ ഉദ്ഘാടനത്തിന് കഴിഞ്ഞ ജൂണിൽ ഇസ്രായേൽ വിദേശകാര്യമന്ത്രി യർ ലാപിഡ് അബുദാബി സന്ദർശിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, അബുദാബി. മികച്ച ഷോപ്പിംഗ് അനുഭവങ്ങളുമായി ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഡിസംബർ 15 മുതൽ ആരംഭിക്കും. ഇത്തവണ എക്സ്പോ 2020 ദുബായ്ക്കൊപ്പമാണ് DSF സംഘടിപ്പിക്കുന്നതെന്ന പ്രത്യേകത കൂടിയുണ്ട്. സന്ദർശകർക്കായി ഷോപ്പിംഗിന്റെയും വിനോദത്തിന്റെയും കലാവിരുന്നുകളുടെയും രുചിവിസ്മയങ്ങളുടെയും മാസ്മരിക ലോകം തീർക്കുന്ന DSFന്റെ 27ാമത് സീസൺ 2021 ഡിസംബർ 15 മുതൽ 2022 ജാനുവരി 30 വരെയാണ് സംഘടിപ്പിക്കുന്നത്. 75 ദിർഹമാണ് ടിക്കറ്റ് നിരക്ക്. ആഘോഷങ്ങളുടെ ഭാഗമായി 2021 ഡിസംബർ 27 മുതൽ ദിനം തോറും മുൻകൂട്ടി അറിയിക്കാതെയുള്ള പ്രത്യേക വിസ്മയകരമായ പരിപാടികൾ ഉൾപ്പെടുത്തുമെന്നും സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. DSF ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഡിസംബർ 15-ന് എമിറാത്തി ഗായിക ബൽക്കീസ് ഫാത്തി, ഈജിപ്ഷ്യൻ കലാകാരൻ മുഹമ്മദ് ഹമാക്കി എന്നിവർ പങ്കെടുക്കുന്ന ഒരു തത്സമയ സംഗീത നിശ സംഘടിപ്പിക്കുന്നതാണ്. ഉദ്ഘാടന പരിപാടികൾ നടക്കുന്ന സ്റ്റേജിൽ ഓഗ്മെന്റഡ് റിയാലിറ്റി സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ബുർജ് ഖലീഫ ലൈറ്റ് ഷോ, നൃത്തം ചെയ്യുന്ന ഫൌണ്ടനുകൾ, കലാകാരന്മാർ എന്നിവ സൃഷ്ടിക്കുന്ന പ്രത്യേക പ്രദർശനവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജുമൈറ ബീച്ച് റെസിഡൻസിലെ ബ്ലൂ വാട്ടേഴ്സിൽ 2ാമത് DSF ഡ്രോൺ ലൈറ്റ് ഷോ സംഘടിപ്പിക്കുമെന്നും സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. ദിനവും വൈകിട്ട് 7:15 മുതൽ രാത്രി 9:30 വരെയാണ് ഈ ലൈറ്റ് ഷോ സംഘടിപ്പിക്കുന്നത്. അവിശ്വസനീയമായ വിലക്കുറവും അതിനൂതനമായ കലാപരിപാടികളും ലോക നിലവാരത്തിലുള്ള വിനോദ പരിപാടികളും ഒരുക്കുന്ന DSF ഉപഭോക്താക്കളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള സമ്മാനങ്ങളുടെയും സാധ്യതകളുടെയും കലവറ കൂടിയാണ്. ന്യൂസ് ഡെസ്ക്, ദുബായ്. സർക്കാർ സ്വകാര്യ മേഖലയിൽ ജോലി സംവിധാനം ഏകീകരിക്കുന്നു. യുഎഇ മാനവ വിഭവശേഷി സ്വദേശീവൽക്കരണ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത്. ഏകീകരണത്തിലൂടെ സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്കും സർക്കാർ മേഖലയിലെ ജീവനക്കാർക്കും ഒരേ തരത്തിലുള്ള അവധി ആനുകൂല്യങ്ങളാണ് ലഭിക്കുക. 2022 ഫെബ്രുവരി 2 മുതലാണ് പുതിയ തീരുമാനം പ്രാബല്യത്തിൽ വരുന്നത്. തീരുമാനത്തിലൂടെ സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്കും സർക്കാർ മേഖലയിലെ അവധി ആനുകൂല്യങ്ങൾ ലഭിക്കും. അതുപോലെ സൗകര്യാർത്ഥമുള്ള ജോലി സംവിധാനം തെരഞ്ഞെടുക്കാനും അവകാശമുണ്ട്. ഇഷ്ടാനുസരണമുള്ള സമയക്രമവും പാർട്ട് ടൈം സാധ്യതകളും താൽക്കാലിക ജോലി സൗകര്യവും ലഭിക്കും. 2021 ഫെഡറൽ നിയമം 41 പ്രകാരമാണ് ജീവനക്കാരുടെ അവകാശ സംരക്ഷണം ഉറപ്പാക്കുക. മതത്തിന്റെയോ ദേശത്തിന്റെയോ മറ്റോ വിവേചനം രാജ്യത്തിന്റെ തൊഴിൽ മേഖലയിൽ അനുവദിക്കില്ല എന്നും UAE മാനവവിഭവശേഷി സ്വദേശീവത്കരണ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തെ എല്ലാ ജീവനക്കാർക്കും തൊഴിൽ ജീവിത പരിരക്ഷ ഉറപ്പാക്കുകയെന്നതാണ് ഭരണകൂടത്തിന്റെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, അബുദാബി. അബുദാബിയിൽ വെള്ളി ശനി ദിവസങ്ങളിലും ഡ്രൈവിംഗ് ടെസ്റ്റ് ലൈസൻസിംഗ് കേന്ദ്രങ്ങൾ പ്രവർത്തിക്കും. അബുദാബി പോലീസാണ് ഇക്കാര്യം അറിയിച്ചത്. അബുദാബി മുസഫയിലെ ടെസ്റ്റിംഗ് ആൻഡ് ലൈസൻസിംഗ് കേന്ദ്രത്തിൽ ശനിയാഴ്ച രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 2 വരെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടാകും. അൽ ഐൻ അൽ സലാമ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന കേന്ദ്രത്തിൽ വെള്ളി ശനി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 8 വരെ ഡ്രൈവിംഗ്, വാഹന ലൈസൻസ് സേവനങ്ങൾ ലഭിക്കും. മസ്യാദിലെ കേന്ദ്രത്തിൽ ശനി രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 2 വരെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടാകും. അൽ ദഫ്ര മദീനത്ത് സായിദിലെ കേന്ദ്രത്തിൽ വെള്ളി ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 8 വരെ വാഹന ലൈസൻസ് സേവനവും ശനിയാഴ്ച രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1 വരെ ഡ്രൈവിംഗ് ലൈസൻസ് സേവനവും ഡ്രൈവിംഗ് ടെസ്റ്റും ഉണ്ടാകുമെന്ന് ട്രാഫിക് പോലീസ് അറിയിച്ചു.
2022 ജനുവരി മുതൽ UAE-യിൽ ജോലി സമയം ആഴ്ചയിൽ 4.5 ദിവസമാക്കിയിരുന്നു. വെള്ളിയാഴ്ച ഉച്ച മുതൽ ശനി ഞായർ ദിവസങ്ങളിലാണ് വാരാന്ത്യ അവധി. ഈ സാഹചര്യത്തിലാണ് വിശദീകരണവുമായി അധികൃതർ രംഗത്തെത്തിയത്. ന്യൂസ് ഡെസ്ക്, അബുദാബി. Time Express Cargo, a division of M Group. Call toll free 8002746. You're so easy. Come and save me. Ain't nothing I can do except to say I love you. Hypermarket. Home delivered. luluhypermarket.com. ദുബായിൽ നടക്കുന്ന ഉമ്മടപ്പൂരം പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി അധികൃതർ അറിയിച്ചു. തൃശൂർ പൂരത്തിന്റെ ഗൾഫ് പതിപ്പാണ് ഉമ്മടപ്പൂരം. ഡിസംബർ 17-ന് ദുബായ് എത്തിസലാത്ത് അക്കാദമിയിലാണ് പൂരം കൊടിയേറുക. പെരുവനം കുട്ടന്മാരാർ ഉൾപ്പെടെ 100-ലധികം കലാകാരന്മാരാണ് കേരളത്തിൽ നിന്ന് ഉമ്മടപ്പൂരം പരിപാടിക്കായി ദുബായിൽ എത്തുക. റോബോട്ടിൽ തീർത്ത ആനകൾ ഇത്തിസലാത്ത് അക്കാദമിയിൽ ഉണ്ടാകും. പെരുവനം കുട്ടന്മാരാർ, കേളോത്ത് അരവിന്ദാക്ഷന്മാരാർ, പെരുവനം സതീശന്മാരാർ എന്നിവർ ഇത്തിസലാത്ത് അക്കാദമിയിൽ കൊട്ടിക്കയറി ഇലഞ്ഞിത്തറ മേളത്തിന്റെ അനുഭവം പ്രവാസികൾക്ക് സമ്മാനിക്കും. 75 ദിർഹത്തിന്റെ ടിക്കറ്റ് എടുത്ത് കയറിയാൽ ഒരു ദിവസം പൂർണ്ണമായും ആസ്വദിക്കാനുള്ളതെല്ലാം ഉമ്മടപ്പൂരത്തിൽ ഉണ്ടാകും. തൃശൂരിൽ നിന്നുള്ള 25-ൽ പരം പുലിക്കൂട്ടങ്ങൾ, ശിങ്കാരിമേള സംഘം എന്നിവയും ഗൾഫിലെ പൂരത്തെ തനിമയുള്ള പൂരമാക്കും. തൈക്കുടം ബ്രിഡ്ജും തകർപ്പൻ പരിപാടികൾക്കായി തയ്യാറെടുത്തിട്ടുണ്ട്. പൂരം ജനകീയമാക്കാൻ ഇത്തിസലാത്ത് മെട്രോ സ്റ്റേഷനിൽ നിന്ന് പൂരപ്പറമ്പിലേക്ക് രാവിലെ 10 മണി മുതൽ രാത്രി 12 മണി വരെ ഓരോ മണിക്കൂറിലും സൗജന്യ ഷട്ടിൽ ബസ് സർവീസും അബുദാബിയിൽ നിന്ന് 4 സൗജന്യ ബസ് സർവീസുകളും അനുവദിച്ചിട്ടുണ്ട്. പ്രവേശന പാസ് ലഭിക്കുവാൻ www.ticketmagic.me എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. അല്ലെങ്കിൽ 0586308671 എന്ന നമ്പറിലും ബന്ധപ്പെടാം. ഭാരവാഹികളായ പ്രസിഡന്റ് രാജേഷ് മേനോൻ, സെക്രട്ടറി ശശീന്ദ്രൻ മേനോൻ, സെയ്ദ് മുഹമ്മദ് സമീർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇന്ത്യ UAE സെക്ടറിലെ വിമാനയാത്രക്കാർ ലോക്കൽ ഫോൺ നമ്പറും ഇമെയിൽ ഐഡിയും PNR നമ്പറിനൊപ്പം നൽകണമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ അറിയിച്ചു. അപ്രതീക്ഷിത നിയന്ത്രണങ്ങളും വിമാനം വൈകുന്നതും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ യാത്രക്കാരുമായി പങ്കുവയ്ക്കാനാകാതെ വരുന്നത് ഒഴിവാക്കാനാണ് പുതിയ നടപടി. UAE-യിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടക്കയാത്ര ടിക്കറ്റിൽ പോകുന്നവർ ഇന്ത്യയിൽ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ നൽകാത്തത് പ്രയാസമുണ്ടാക്കിയതായി എയർലൈൻ അധികൃതർ അറിയിച്ചു. UAE-യിലേക്ക് വരുന്നവർ അടിയന്തര സാഹചര്യങ്ങളിൽ ബന്ധപ്പെടാൻ ഇവിടെയുള്ള ഏറ്റവും അടുത്ത ബന്ധുക്കളുടെയോ നമ്പറാണ് നൽകേണ്ടത്. അബുദാബി പോലീസും എമിറേറ്റ്സ് ഡ്രൈവിംഗ് കമ്പനിയും ചേർന്ന് പരിസ്ഥിതി സൗഹൃദ ഗ്രീൻ ഡ്രൈവിംഗ് പ്രോഗ്രാം ആരംഭിച്ചു. നെതർലാൻഡിലെ സെന്റർ ഫോർ ആക്സിഡന്റ് പ്രിവെൻഷന്റെ ഏകോപനത്തിലാണ് പരിസ്ഥിതി സൗഹൃദ ഗ്രീൻ ഡ്രൈവിംഗ് പ്രോഗ്രാം പരിശീലന പരിപാടി ആരംഭിച്ചത്. ഹരിതവും സാമ്പത്തികമായി പ്രായോഗികവുമായ അന്തരീക്ഷത്തിനായി സുരക്ഷിതവും മികച്ചതുമായ ഡ്രൈവിംഗ് പരിശീലന തത്വങ്ങൾ അനുസരിച്ച് ഡ്രൈവർമാരുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിനും സുസ്ഥിരവും ആധുനികവുമായ ഡ്രൈവിംഗ് പരിശീലനം ലഭ്യമാക്കുക എന്ന ലക്ഷ്യവുമിട്ടാണ് ഈ സംയുക്ത പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. LLH Hospitals, Medical Centers and Pharmacies, Abu Dhabi and Musaffa. For appointments, call 800-55. ലുലു എക്സ്ചേഞ്ച് അവതരിപ്പിക്കുന്നു സെൻഡ് സ്മാർട്ട് വിൻ സ്മാർട്ട്. ലുലു എക്സ്ചേഞ്ച് വഴിയോ ലുലു മണി ആപ്പ് വഴിയോ പണം അയക്കൂ. നേടൂ 1000-ലധികം സമ്മാനങ്ങൾ. 2 kg ഗോൾഡ്, 250,000 ദിറംസ് വില വരുന്ന ഗിഫ്റ്റ് വൗച്ചേഴ്സ്, കൂടാതെ ഒരു പുത്തൻ പുതിയ ടെസ്ല മോഡൽ 3 ഫോർ എ ലിമിറ്റഡ് ടൈം ഓൺലി. പ്രവാസ ലോകത്തെ സാമൂഹിക പ്രവർത്തകനായ അൻസാർ കൊയിലാണ്ടിയുടെ ജീവിതം ചരിത്ര പുസ്തകമാകുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഡോക്ടർ KK ഗീതാകുമാരിയാണ് അൻസാർ കൊയിലാണ്ടിയുടെ ജീവിതത്തെ പുസ്തകത്താളുകളിലേക്ക് പകർത്തുന്നത്. അജ്മാനിൽ നടന്ന പരിപാടിയിൽ അഷ്റഫ് താമരശ്ശേരി, ഡോക്ടർ EP ജോൺസൺ, EY സുധീർ, ഷെരീഫ് തറയിൽ, അസീസ് കറുകപ്പുത്തൂർ, ബഷീർ ബെല്ലോ, നിസാം പാലുവായ്, ജോസഫ് ഇരിങ്ങാലക്കുട, ഷാജി പുഷ്പാങ്കദൻ തുടങ്ങിയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ പങ്കെടുത്ത പരിപാടിയിൽ വെച്ചായിരുന്നു ഡോക്ടർ ഗീതാകുമാരി അൻസാർ കൊയിലാണ്ടിയുടെ ജീവിതം പുസ്തകമാക്കുന്ന പ്രഖ്യാപനം നടത്തിയത്. അടുത്ത വർഷം ഷാർജ പുസ്തകമേളയിൽ പുറത്തിറക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നും അവർ ചടങ്ങിൽ പറഞ്ഞു. അബുദാബി മലയാളി സമാജം കുട്ടികൾക്ക് വേണ്ടി ഡിസംബർ 17 മുതൽ 25 വരെ
വിന്റർ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. വിസ്മയം 2021 എന്ന പേരിൽ 6 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 100 കുട്ടികൾക്കാണ് ഇത്തവണ പ്രവേശനം ലഭിക്കുക എന്ന് പ്രസിഡന്റ് സലിം ചിറക്കൽ, ജനറൽ സെക്രട്ടറി ദശപുത്രൻ എന്നിവർ അറിയിച്ചു. ക്യാമ്പ് ഡയറക്ടർ ഷിജിൻ പാപ്പച്ചൻ, ക്യാമ്പ് കോർഡിനേറ്റർ ഷാജികുമാർ എന്നിവർ ക്യാമ്പിന്റെ വിശദവിവരങ്ങൾ അംഗങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ഷാബിയ, മുഹമ്മദ് ബിൻ സായിദ് സിറ്റി, ബനിയാസ് എന്നിവിടങ്ങളിൽ നിന്ന് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ നടത്താനും സൗകര്യമൊരുക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 05063949086 എന്ന സമാജം ഓഫീസ് നമ്പറുമായി ബന്ധപ്പെടാമെന്ന് അധികൃതർ അറിയിച്ചു. LLH Hospitals, Medical Centers and Pharmacies, Abu Dhabi and Musaffa. For appointments, call 800-55. യുടെ 50ാമത് ദേശീയ ദിനത്തോടനുബന്ധിച്ച് കാൽനടയായി 800ഓളം കിലോമീറ്ററുകൾ താണ്ടി 7 എമിറേറ്റുകളും പിന്നിട്ട ശ്രദ്ധേയനായ മലയാളി പ്രവാസി ഷംസീർ അലി കണ്ണൂരിനെ അബുദാബിയിൽ ആദരിച്ചു. പ്രശസ്ത സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എമറാത്തി മല്ലുവിന്റെ നേതൃത്വത്തിലാണ് ആദരവ് ചടങ്ങ് നടന്നത്. അബുദാബി മലയാളി സമാജത്തിൽ വെച്ച പെർഫെക്റ്റ് ബഷീർ അധ്യക്ഷനായി നടന്ന ചടങ്ങ് സമാജം പ്രസിഡന്റ് സലിം ചിറക്കൽ ഉദ്ഘാടനം ചെയ്തു. സമാജം സാഹിത്യ വിഭാഗം സെക്രട്ടറി മനു കൈനക്കിരി, സ്പോർട്സ് വിഭാഗത്തിനു വേണ്ടി അനീഷ് ഭാസി എന്നിവർ പൊന്നാടയണിയിച്ചു. ചടങ്ങിൽ ഹാൻഡ്സ് ഓഫ് അബുദാബിക്ക് വേണ്ടി ഷെറിൻ വെട്ടിക്കാട്, ഖത്താബ്, ട്രൂ ടാലന്റ് അബുദാബിക്ക് വേണ്ടി നവാസ്, ഷെറിൻ കല്ലറയും ഷംസീറിനെ ആദരിച്ചു. ഷാൻ മുഹമ്മദ്, റഹ്മാൻ, ഷിനു, ഷിഫിൻ, ഖാജൽ, ആമീർ റസാഖ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ഗൾഫ് രാജ്യങ്ങൾ മുഴുവൻ സൈക്കിളിൽ യാത്ര ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ അടുത്ത ശ്രമത്തിന് എത്തിച്ചേർന്ന മുഴുവൻ ആളുകളും കയ്യടികളോടെയാണ് പൂർണ്ണ പിന്തുണ അറിയിച്ചത്. യുഎയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 92 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചതായും 71 പേർ രോഗമുക്തി നേടിയതായും ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. 2,45,149 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ഇന്ന് കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതുവരെ 2,151 കോവിഡ് മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 2,776 ആക്റ്റീവ് കേസുകളാണ് യുഎയിൽ നിലവിലുള്ളത്. കേരളത്തിൽ ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ടോപ്പ് 10 ന്യൂസിലൂടെ അബ്ദുൽ ജമീഷ് ചേരുന്നു. ലുലു മണി ആപ്പ് കയ്യിലുണ്ടെങ്കിൽ എപ്പോൾ ആവശ്യം അപ്പോൾ പണം. ഡൗൺലോഡ് ലുലു മണി ആപ്പ്. നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരിൽ കൂടുതൽ കോവിഡ് കേസുകൾ കണ്ടെത്തുന്ന സാഹചര്യത്തിൽ നിരീക്ഷണം കർശനമാക്കാൻ തീരുമാനിച്ച് സംസ്ഥാന സർക്കാർ. നെടുമ്പാശ്ശേരിയിൽ മാത്രം ഹൈറിസ്ക് കാറ്റഗറി രാജ്യങ്ങളിൽ നിന്ന് വന്ന 4,408 പേരുണ്ട്. നെടുമ്പാശ്ശേരി വഴി വന്ന 10 പേരാണ് ഇന്നലെയും ഇന്നുമായി കോവിഡ് പോസിറ്റീവായത്. ഇവരുടെയെല്ലാം ജീനോം പരിശോധന നടത്തിയതിൽ 2 പേരുടെ ജീനോം ഫലം കിട്ടി. ഇതിൽ ഒരാൾ പോസിറ്റീവും ഒരാൾ നെഗറ്റീവുമാണ്. ഇനിയും 8 പേരുടെ ഫലം വരാനുണ്ട്. നെടുമ്പാശ്ശേരിയിൽ കോവിഡ് പരിശോധനാ സൗകര്യങ്ങൾ കൂട്ടിയെന്ന് മന്ത്രി പി രാജീവ് വ്യക്തമാക്കി. ജില്ലാ കളക്ടറും DMOയും അടക്കമുള്ളവർ പങ്കെടുത്ത ഉന്നതതല യോഗത്തിന് ശേഷമാണ് മന്ത്രി മാധ്യമങ്ങളെ കണ്ടത്. എറണാകുളത്ത് ഇന്നലെ ഒരാൾക്ക് ഒമിക്രോൺ സ്ഥിരീകരിച്ചിരുന്നു. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ GST പരിധിയിൽ ഉൾപ്പെടുത്താനാകില്ലെന്ന് GST കൗൺസിൽ ഹൈക്കോടതിയിൽ. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ പ്രധാന വരുമാന സ്രോതസ്സായതിനാൽ GST പരിധിയിൽ ഉൾപ്പെടുത്താനാകില്ലെന്ന് കാണിച്ച് കൗൺസിൽ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകി. ഇക്കാര്യത്തിൽ കഴിഞ്ഞ GST കൗൺസിൽ യോഗത്തിൽ ഏകകണ്ഠമായ തീരുമാനമാണ് ഉണ്ടായത് എന്നും കൗൺസിൽ കോടതിയെ അറിയിച്ചു. സർവകലാശാല നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് കേരള ഗവർണറും സർക്കാരും തമ്മിലെ തർക്കം രൂക്ഷമായിരിക്കെ അഡ്വക്കേറ്റ് ജനറൽ ഗോപാലകൃഷ്ണക്കുറുപ്പ് ആലുവയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി. VC നിയമനത്തിൽ ഗവർണർ തന്നോട് നിയമോപദേശം തേടിയിട്ടില്ലെന്നും താൻ സർക്കാരിനാണ് നിയമോപദേശം നൽകിയത് എന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം AG മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള തർക്കം തുടരുന്നതിനിടെ പ്രതികരണവുമായി CPM CPI നേതാക്കൾ. ഗവർണറുടെ നിലപാട് ദുരൂഹമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞപ്പോൾ ഗവർണർക്കെതിരെ കടുത്ത ഭാഷയിലാണ് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പ്രതികരിച്ചത്. ചാൻസലർ പദവിയിൽ നിന്ന് മാറ്റാനുള്ള സാഹചര്യം ഗവർണറായിട്ട് ഉണ്ടാക്കരുത് എന്നായിരുന്നു കാനത്തിന്റെ വാക്കുകൾ. രാഷ്ട്രീയ ഇടപെടലിന് BJP ശ്രമിച്ചിരുന്നോ എന്ന് ഗവർണർ വ്യക്തമാക്കണമെന്ന് മുൻമന്ത്രി AK ബാലൻ. സർവകലാശാല VC നിയമനത്തിൽ സർക്കാർ ഇടപെട്ടിട്ടില്ല. സർക്കാർ ഗവർണറെ സഹായിച്ചിട്ടേയുള്ളൂ. ചാൻസലർ എന്നത് ഒരു ഭരണഘടനാ പദവിയല്ലെന്നും AK ബാലൻ പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നിശ്ചലാവസ്ഥ അടിയന്തരമായി പരിഹരിക്കണമെന്ന് രമേശ് ചെന്നിത്തല MLA. സംസ്ഥാനത്ത് ഗവർണറും സർക്കാരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിശ്ചലാവസ്ഥ ആണ് ഉള്ളത് എന്നും ചെന്നിത്തല പറഞ്ഞു.
സർക്കാർ വാഗ്ദാനം ചെയ്ത ജോലി നൽകണമെന്നാവശ്യപ്പെട്ട് സമരം നടത്തിവന്ന കായിക താരങ്ങളെ മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചു. ഈ മാസം 16-ന് ചർച്ച നടത്താമെന്നാണ് കായിക മന്ത്രി വി അബ്ദുറഹ്മാന്റെ ഓഫീസിൽ നിന്ന് കായിക താരങ്ങൾക്ക് അറിയിപ്പ് ലഭിച്ചത്. കായിക താരങ്ങൾ നടത്തുന്ന സമരം 13-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പോത്തൻകോട് കൊലപാതക കേസിലെ 1-ാം പ്രതി ഉണ്ണിയുടെ അമ്മയെ പടക്കമെറിഞ്ഞതിലെ വിരോധമാണ് ഊരുകോണം ലക്ഷം വീട് കോളനിയിൽ സുധീഷിന്റെ കൊലപാതകത്തിൽ കലാശിച്ചത് എന്ന് പോലീസ്. കൊല്ലപ്പെട്ട സുധീഷ് ഈ മാസം 6-ാം തീയതിയാണ് ഊരുപൊയ്ക മാങ്കാട്ടുമൂലിൽ വെച്ച് സുധീഷ് ഉണ്ണിയുടെ അമ്മയെ പടക്കമെറിഞ്ഞത്. പ്രദേശവാസികളായ വിഷ്ണു, അഖിൽ എന്നിവരെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ഈ കേസിൽ സുധീഷിന്റെ സഹോദരനടക്കമുള്ള മറ്റു പ്രതികളെ പോലീസ് പിടികൂടിയിരുന്നു. ഒളിവിൽ കഴിയുമ്പോഴാണ് എതിരാളികളുടെ വെട്ടേറ്റ് സുധീഷ് കൊല്ലപ്പെട്ടത്. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ PG ഡോക്ടർമാർക്ക് പിന്നാലെ ഹൗസ് സർജന്മാരും സമരത്തിനിറങ്ങിയതോടെ ആശുപത്രികളുടെ പ്രവർത്തനങ്ങൾ താറുമാറായി. ശസ്ത്രക്രിയകൾ മിക്കതും മാറ്റിവെക്കുകയും അത്യാവശ്യ ചികിത്സ മുടങ്ങുകയും ചെയ്യുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ. എന്നാൽ സമരം ചെയ്യുന്ന PG ഡോക്ടർമാരെ അവഗണിച്ച് ഹൗസ് സർജന്മാരെ മാത്രം ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ് സർക്കാർ. മോഫിയ കേസിൽ സമരം ചെയ്ത കോൺഗ്രസുകാർക്കെതിരായ റിമാൻഡ് റിപ്പോർട്ടിലെ തീവ്രവാദ പരാമർശത്തിനെതിരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ സംസ്ഥാന പോലീസിനെ നിയന്ത്രിക്കുന്നത് സംഘപരിവാറാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഞങ്ങളുടെ പ്രവർത്തകരോട് അത് വേണ്ടെന്നും സംഘപരിവാർ മനസ്സ് ഇവിടെ നടക്കില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആനി രാജയുടെയും D രാജയുടെയും നിരീക്ഷണം ശരിവെക്കുന്നതാണ് റിമാൻഡ് റിപ്പോർട്ടിലെ തീവ്രവാദ പരാമർശമെന്നും സതീശൻ ചൂണ്ടിക്കാട്ടി. ലുലു മണി ആപ്പ് കയ്യിലുണ്ടെങ്കിൽ എപ്പോൾ ആവശ്യം അപ്പോൾ പണം. ഡൗൺലോഡ് ലുലു മണി ആപ്പ്. You're so easy. Come and save me. Ain't nothing I can do except to say I love you. Hypermarket. Home delivered. luluhypermarket.com. UAE എന്നത്തെ കാലാവസ്ഥ. വെദർ അപ്ഡേറ്റ്സ് ബ്രോട്ട് യു ബൈ Redex Media Event Management Abu Dhabi. Redex Media Event Management Abu Dhabi. Being one of the leading media and entertainment companies in UAE, our mission is fulfilling your needs beyond your expectation in event management, aerial filming, underwater filming, indoor and outdoor photography, live webcasting, social media optimization, and multi-cam shooting. Contact us. Redex Media Event Management. Abu Dhabi 0264 10050 05656 80050. Visit www.redexmedia.ae. സ്വർണ്ണവില. വിനിമയ നിരക്കുകൾ. പ്രധാന വാർത്തകൾ വീണ്ടും. UAE പൊതു സ്വകാര്യ തൊഴിൽ മേഖലകൾ ഏകീകരിക്കുന്നു. രാജ്യത്തുടനീളമുള്ള ജീവനക്കാർക്ക് ഒരേ തരത്തിലുള്ള ലീവ് എടുക്കാം. അബുദാബിയിൽ വെള്ളി ശനി ദിവസങ്ങളിലും ഡ്രൈവിംഗ് ലൈസൻസിംഗ് കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുമെന്ന് അബുദാബി പോലീസ്. ചരിത്രത്തിലാദ്യമായി ഒരു ഇസ്രായേൽ പ്രധാനമന്ത്രി UAEയിലെത്തി. ധനകാര്യ ഉഭയകക്ഷി ബന്ധങ്ങൾ ചർച്ച ചെയ്തു. മികച്ച ഷോപ്പിംഗ് അനുഭവങ്ങളുമായി ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഡിസംബർ 15 മുതൽ. ന്യൂസ് ടൈം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Hypermarket. Home delivered. luluhypermarket.com. LLH Hospitals, Medical Centers and Pharmacies, Abu Dhabi and Musaffa. For appointments, call 800-55. ലുലു മണി ആപ്പ് കയ്യിലുണ്ടെങ്കിൽ എപ്പോൾ ആവശ്യം അപ്പോൾ പണം. ഡൗൺലോഡ് ലുലു മണി ആപ്പ്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിനോദ പരിപാടികൾക്കുമായി അബുദാബി 24/7 ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം സോഷ്യൽ മീഡിയ പേജുകൾ ഫോളോ ചെയ്യാം. വിശദമായ വാർത്തകൾക്ക് www.abudabi247.tv എന്ന വെബ്സൈറ്റും സന്ദർശിക്കാം. നമസ്കാരം. അബുദാബി 24/7. അബുദാബിയിൽ നിന്നും പ്രവാസികൾക്കായുള്ള ശബ്ദം.